പക്ഷേ ഈ ഗവർണർമാരും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും ഒക്കെ തമ്മിലുള്ള ഒരു രസം നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. കേരളത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതിന് ശേഷം അത്തരം ഒരു കീഴ്വഴക്കമൊക്കെ നടത്താം എന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത്. ഈ PS ശ്രീധരൻപിള്ള ഗോവ ഗവർണറായി വിരമിച്ച് പോന്നിരിക്കുകയാണ്. ഇനി രാഷ്ട്രീയ ജീവിതം ഇല്ല എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ BJPക്കെതിരെ അങ്ങ് തുറന്നടിക്കുകയാണ്. BJP ഇനി നന്നാവാനുണ്ട് എന്നാണോ അദ്ദേഹം പറയുന്നത്? ഈ PS ശ്രീധരൻപിള്ള ഈ മിസോറാമിലും ഗോവയിലും ഒക്കെ ഗവർണറായി പോയ കാലത്ത് സത്യത്തിൽ അദ്ദേഹത്തെ അറിയാവുന്ന കേരളത്തിലെ പൊതുപ്രവർത്തകരൊക്കെ പറഞ്ഞത് കുറച്ചു കാലത്തേക്ക് ആ ശല്യം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയെന്ന. ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ തുടങ്ങി അദ്ദേഹം ആദ്യം പറഞ്ഞത് എനിക്ക് വേണ്ടതൊക്കെ എൻ്റെ പാർട്ടി തന്നു എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് 2 സ്ഥലത്ത്, ഒന്ന് എറണാകുളത്തെ ഒരു യോഗിലും 2 മാതൃഭൂമി കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഴുവനും പാർട്ടിക്കെതിരായിട്ടാണ്. അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ മൊത്തം നിലപാടുകൾ ശരിയല്ല. ഒന്ന് പറഞ്ഞത് നേരത്തെ നീ പറഞ്ഞ പോലെ ഗവർണർമാർ ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് അവരുടെ രാഷ്ട്രീയ ദൗത്യത്തിന് വേണ്ടി നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരാണ്. അവർ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ദൗത്യവുമായിട്ടാണ്. അവരേതെങ്കിലും ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിനോട് കലഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അത് ശരിയോ തെറ്റോ നമുക്കതിൽ വേറെ ചർച്ച ചെയ്യാം. പക്ഷേ അത് BJP ചെയ്യുന്ന തെറ്റാണോ? BJPയോട് കൂറുപുലർത്തുന്ന ഗവർണർമാർ ചെയ്യുന്ന തെറ്റാണോ? അവരുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയമായത് ശരിയല്ലേ? ഇദ്ദേഹം പറയുന്നത് മുഴുവൻ തെറ്റാണെന്നാ. ഇത് തുടങ്ങിയത് ഇപ്പോൾ കേരളത്തിൽ നിന്നും അല്ല കേട്ടോ. ഇദ്ദേഹത്തിന് അറിയാമായിരിക്കും, അത് ശ്രീധരൻപിള്ളക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യയിൽ ഞങ്ങളൊക്കെ ഇത്തരം ഗവൺമെന്റിനോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഗവർണർമാരെ കുറിച്ച് പണ്ടുണ്ടായിരുന്നു. ചെറിയ സംഭവങ്ങൾ വെച്ചാൽ അടുത്ത കാലത്ത് ഏറ്റവും നല്ല പോരാട്ടം നടത്തിയത് നമ്മുടെ ഇപ്പോൾ രാജിവെച്ച ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ബംഗാളിലെ ഗവർണറായിരുന്നു. അപ്പൊ അന്നാണ് ഈ മമതാ ബാനർജി അവിടുത്തെ ബംഗാൾ ഗവൺമെന്റിനോടുള്ള പോരാട്ടങ്ങൾ തുടങ്ങിയത്. അദ്ദേഹം നിരന്തരം കലഹിച്ച ഒരാളാണ്. അപ്പോൾ അതിനെ തുടർന്ന് ഇപ്പോൾ പിന്നെ ആരൊക്കെ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ബംഗാളിൽ ഇപ്പോൾ ഇദ്ദേഹം മാത്രമല്ല, മലയാളിയായ BJP ഗവർണർമാരുടെ കൂട്ടത്തിൽ ആദ്യം എടുത്തു പറയേണ്ട പേര് CV ആനന്ദബോസിന്റെ പേരല്ലേ. അദ്ദേഹം ബംഗാൾ ഗവർണറാണ്, മമതയോട് പൊരുതിക്കൊണ്ടേയിരിക്കുകയാണ്. RN രവി തമിഴ്നാട്ടിൽ ഇതേ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഡൽഹിയിൽ ഇതേ അവസ്ഥയുണ്ട്, എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഗവർണർമാരൊക്കെ തന്നെ ഇപ്പൊ കേരളത്തിൽ 2 ഗവർണർമാർ തുടർച്ചയായിട്ട്, ആരിഫ് മുഹമ്മദ് ഖാനും RV ആർലേക്കറും, 2 പേരും ഗവൺമെന്റിനോട് പൊരുതുന്നത് അവരുടെ വീട്ടുകാര്യത്തിനാണോ? അവർ പൊരുതുന്നത് BJPക്കാരാണ്. അവര് BJPക്കെതിരായി കേരള ഗവൺമെന്റ് പൊരുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കേരള ഗവൺമെന്റിനെതിരെ പൊരുതുക എന്നത് അവർ ഒരു പണിയായിട്ട് ഏറ്റെടുക്കുക. അത് ശരിയോ തെറ്റോ എന്നതൊക്കെ തീർച്ചയായിട്ടും നമുക്കുള്ള വിയോജിപ്പുള്ള കാര്യങ്ങളാണ്. ആരാണ് അപ്പോൾ BJP ആലോചിച്ച് നോക്കിയെന്ന എന്തായിരുന്നു സംവാദം? ഒരു സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആണോ, അതോ ഭരണഘടനാ പദവി വഹിക്കുന്ന ഭരണകൂടത്തിന്റെ തലവനായി എല്ലാ ഗവൺമെന്റ് ഉത്തരവുകളിലും ഒപ്പുവെക്കുന്ന ഗവർണർ ആണോ? ആരാണ് പ്രധാനം എന്നതായിരുന്നല്ലോ ചോദ്യം. അതിൽ എന്നെങ്കിലും കേന്ദ്ര ഗവൺമെന്റോ BJPയോ എപ്പോഴെങ്കിലും ഗവൺമെന്റാണ് മുഖ്യം, ഗവർണർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആദ്യമായി പറയുന്നത് PS ശ്രീധരൻപിള്ള തെരഞ്ഞെടുക്കപ്പെടുന്നവരല്ലേ. പറയുന്നത് ശരിയാണെന്ന് തോന്നാം. പക്ഷെ അദ്ദേഹം BJPക്ക് ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹമാക്കി തീർത്ത അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വേണ്ടതൊക്കെ കൊടുത്ത BJPക്കെതിരായിട്ടാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവർണർമാർ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഭീകരമായ തള്ളാണ്. എങ്ങനെയാണ് ഒരു ഗവർണർ ഒരു സംസ്ഥാന ഗവൺമെന്റിനോട് പെരുമാറേണ്ടത് എന്നതിന്റെ ഉത്തമ മാതൃക ഞാനാണ്. അദ്ദേഹമാണ്. അദ്ദേഹം പറയുന്നത് എനിക്ക് വേണമെങ്കിൽ സമൻസ് അയച്ചാൽ, ഞാൻ 2 സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നല്ലോ, മിസോറാമിലും ഗോവയിലും. ഞാൻ ഒരു സമൻസ് അയച്ചാൽ മുഖ്യമന്ത്രിമാർ എന്നെ കാണാൻ രാജ്ഭവനിൽ വരുത്താമായിരുന്നു എനിക്ക്. പക്ഷെ ഒരിക്കൽ പോലും ഞാനത് ചെയ്തിട്ടില്ല. അതല്ല ചെയ്യേണ്ടത്. ഞാൻ വെറുതെ ഫോൺ എടുത്തിട്ട് അവരോട് കുശലം പറയും. മുഖ്യമന്ത്രിമാരോടെ വേറൊരു പണിയില്ലാത്ത, കേൾപ്പോരും കേൾവിയും ഇല്ലാത്ത മിസോറാമും ഗോവയൊക്കെ ആയതുകൊണ്ട് കൊള്ളാം. ഗവർണറോട് കുശലം പറയാനേ, മുഖ്യമന്ത്രിക്ക് വേറെ പണിയൊന്നും രാവിലെ. അപ്പോൾ കുശലം പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറയും, എവിടെയെങ്കിലും ഒരു കോഫി ഹൗസിൽ വെച്ച് നമുക്കൊന്ന് ഇരുന്ന് വർത്തമാനം പറയാമോ എന്ന് ചോദിച്ചാൽ അവർക്ക് കാര്യം മനസ്സിലാവും. അപ്പൊ എന്താ സാറേ എന്ന് ഇങ്ങോട്ട് ചോദിക്കും. അപ്പൊ ഞാൻ കാര്യം പറയും, പരിഹരിക്കപ്പെടുന്ന അപ്പൊ തീർന്നു. എത്ര സിമ്പിളാണ് കാര്യം എന്നറിയോ? അപ്പോ ഇങ്ങനെ വേണം ഭരിക്കാൻ, ഇങ്ങനെ വേണം ഗവർണർ പെരുമാറാൻ. ആർക്കൊക്കെയാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത്? ആരെയൊക്കെയാണ് പഠിപ്പിക്കുന്നത് ആലോചിച്ചു. ജഗ്ദീപ് ധൻഖർ തൊട്ട് RV ആർലേക്കർ വരെയുള്ള BJPയുടെ ഗവർണർമാരെ ഇദ്ദേഹം പഠിപ്പിക്കുക. മാത്രമല്ല കുമ്മനം രാജശേഖരനെ കൂടി പഠിപ്പിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ. ഇവരൊക്കെ ഇങ്ങനെയാണ്. നിങ്ങളൊന്നും അല്ല ഗവർണർമാരാകേണ്ടത്, ഞാൻ തന്നെയാണ്.
എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇനി ഞാൻ ഔദ്യോഗിക പദവികളിലേക്കൊന്നും ഇല്ല, എനിക്ക് മതിയായ ആവശ്യത്തിലേറെ തന്നു എൻ്റെ പാർട്ടി. എന്നിട്ടോ അടുത്ത ചോദ്യം, ഇനി ഞാൻ അധികാര രാഷ്ട്രീയത്തിലേക്കില്ല, പകരം ഞാൻ ധാർമ്മിക രാഷ്ട്രീയത്തിലുണ്ടാകും. ഞാൻ എഴുത്തുകാരനായും പൊതുപ്രവർത്തകനായിട്ടും ജനസേവകനായിട്ടും ഉണ്ടാവുന്ന. അപ്പോൾ പത്രക്കാരൻ തലക്കകത്ത് ആൾപ്പാർപ്പുള്ളവനാണല്ലോ, മീഡിയ. അവൻ ചോദിച്ചു തിരിച്ച്, അങ്ങനെയാണെങ്കിൽ സാറേ ഇപ്പോൾ ഈ ഉപരാഷ്ട്രപതി പദവി ഒഴിവ് വന്നിട്ടുണ്ടല്ലോ, ഉപരാഷ്ട്രപതി ഒഴിഞ്ഞു വന്നിട്ടുണ്ടല്ലോ, ആ പദവിയിലേക്ക് അങ്ങയുടെ പേര് നിർദ്ദേശിക്കുമോ? അത് എൻ്റെ പാർട്ടി പരിഗണിച്ചാൽ ഞാൻ പരിഗണിക്കും. അധികാര രാഷ്ട്രീയം എനിക്ക് താല്പര്യമില്ല, പാർട്ടി പറഞ്ഞാൽ നിർബന്ധിച്ചാൽ. അങ്ങനെയുണ്ടല്ലോ, പോകല്ലേ അച്ഛാ എന്ന് പറയുന്ന പോലെ. ഈ എന്തൊരു വൃത്തിയുടെ ഞാൻ തന്നെ തള്ളിക്കോളും എന്ന് പറയുന്ന പോലെ തന്നെയുള്ളൂ. ഇദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താ? ഇദ്ദേഹം പറയുന്നത് എല്ലാവരെയും ചേർത്ത് പിടിക്കണം. ഇദ്ദേഹത്തിന്റെ തള്ളു കേട്ടോ. ഇദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കഷ്ടപ്പെട്ട് ഇത്രയും കാലത്തിനിടയിൽ ഒരാളെ നിയമസഭയിലേക്ക് ജയിപ്പിച്ചത് നേമത്തുകാരാണ്, O രാജഗോപാൽ. അത് കഴിഞ്ഞ് ഒരാളെ ലോക്സഭയിലേക്ക് ജയിപ്പിച്ചത് തൃശ്ശൂർക്കാരാണ്. ഇത് രണ്ടുമല്ല, ഞാനാണ് ആദ്യമായി ജയിപ്പിച്ചതെന്ന് ഇദ്ദേഹത്തിന്റെ ഇന്നലത്തെ അവകാശവാദം എടുത്തു നോക്കൂ. അദ്ദേഹം പറയുന്നത് 2003 ഞാൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നു. പിന്നെ 2004 കേരളത്തിൽ ആദ്യമായി. കേരളം എന്ന് പറയുന്നത് ഇദ്ദേഹം വളരെ വിശാലമായിട്ട് പറഞ്ഞതാ. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് ഒരാൾ ജയിച്ചില്ലേ, ഞാൻ ജയിപ്പിച്ചതല്ലേന്നാ. ആര്? മൂവാറ്റുപുഴയിൽ BJP ചരിത്രത്തിൽ ആരെങ്കിലും BJPക്കാർ ജയിച്ചിട്ടുണ്ട്? ആകെ ജയിച്ചത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരള കോൺഗ്രസുകളിൽ നിന്ന് പിളർന്നു പോയിട്ട് NDA, അവിടുത്തെ കേരള കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് NDA പിന്തുണ കൊടുത്തു. NDAക്ക് പിന്തുണ കൊടുത്തു. അതാണ് ഈ PC തോമസ്. അപ്പൊ PC തോമസ് ജയിച്ചു കയറി. അത് കേരള കോൺഗ്രസിലെ ഗ്രൂപ്പിസം കൊണ്ട് ജയിച്ചു കയറിയതാ. അതിന് 4 BJP, അപ്പൊ അന്ന് BJPക്കാരും പിന്തുണ കൊടുത്തിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ജയിപ്പിച്ചു. ആരെ? ഒരു BJPക്കാരൻ ആദ്യമായി മൂവാറ്റുപുഴയിൽ നിന്ന് ജയിപ്പിച്ചു. വേറൊരാളാരോ ലക്ഷദ്വീപിൽ നിന്ന് ഞാനൊരു MP ഉണ്ടാക്കി. ആര്? മൂപ്പര് കേരളത്തിൽ BJP പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ലക്ഷദ്വീപിലുണ്ടായ പ്രശ്നങ്ങൾ വേറെയാണ്. കോൺഗ്രസിനകത്ത് ഉണ്ടായ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി വലിയൊരു വിഭാഗം അവിടെ ജനതാദളിലേക്ക് മാറി. അപ്പോൾ തീർച്ചയായിട്ടും ആ വിഭാഗം NDAയെ പിന്തുണച്ചു. അങ്ങനെ അവിടുന്ന് ഒരാൾ ജയിച്ചു കയറി. ഈ വീണ് കിട്ടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു തേങ്ങ വീണപ്പോൾ വഴിയിലൂടെ നടന്നു പോയ മുയലിന്റെ പുറത്തൊരു തേങ്ങ വീണു എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ അവകാശപ്പെടുന്ന ആളെ എന്ത് വിളിക്കണം? ഇനി ഇദ്ദേഹം എഴുത്തുകാരൻ. അദ്ദേഹം പറയുന്നതാ, ഞാൻ എഴുത്തുകാരനാണ്. ഇദ്ദേഹം എഴുത്തുകാരനായ കഥ നമ്മൾ കണ്ടതാണ് അടുത്ത കാലത്ത്. ഇദ്ദേഹം പറയുന്നു, ഞാൻ 50 കൊല്ലത്തിനുള്ളിൽ 250 പുസ്തകം എഴുതി എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഒരു കൗതുകത്തിന് ഞാനിങ്ങനെ ഓർത്തു നോക്കി, 50 കൊല്ലം ഈ സജീവ രാഷ്ട്രീയത്തിൽ നിന്നൊരാള്, ഒരുപാട് പണികൾ ചെയ്തുകൊണ്ടിരുന്ന ആള്, വക്കീലാണ്, അതിന്റെ തിരക്ക്, BJP പ്രസിഡന്റായിരുന്നു, BJP പ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, പിന്നെ ഗവർണറായി. ഇതിൻ്റെയൊക്കെ തിരക്കിനിടയിൽ ഇദ്ദേഹം ഇത്രയേറെ പുസ്തകം എഴുതിയോ നോക്കിയിട്ട് ഞാൻ ആ ലിസ്റ്റ് ഗവർണറുടെ സൈറ്റിലുണ്ട്. ഞാനത് എടുത്തു നോക്കുമ്പോൾ അന്ന് തന്നെ എടുത്തു നോക്കിയതാ. ഞാനത് അന്ന് തന്നെ പറഞ്ഞു. 250 പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. ഇതിൽ ഏതാണെന്നറിയോ തമാശ? 250 പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ മഹാഭൂരിപക്ഷവും പബ്ലിഷർ ആരാന്നില്ല, പേജ് നമ്പർ ഇല്ല, എത്ര പേജ് ഉണ്ട് എന്നില്ല. എന്താ കാരണം എന്നറിയോ? ഇദ്ദേഹം ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് പോയി ഗവർണർ എന്ന നിലയിൽ നടത്തുന്ന പ്രസംഗങ്ങളുണ്ടല്ലോ, ആ പ്രസംഗങ്ങളാണ് ഇയാളുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്ന കണക്കിൽ ഒരു 10 എണ്ണം പോലും ഇല്ല. ബാക്കി മുഴുവൻ പബ്ലിഷർ ഇല്ല, ഒന്നുമില്ല. ഈ ഓരോ പ്രസംഗങ്ങൾ അത് എവിടെ പ്രസിദ്ധീകരിക്കുക? ഗവർണറുടെ ആഫീസിലെ പ്രിന്ററിൽ നിന്ന് പ്രിന്റ് ഔട്ട് എടുക്കുന്നതാണ് ഇയാളുടെ പുസ്തകം. ഇതാണ് ഈ 250 പുസ്തകത്തിൽ മഹാഭൂരിപക്ഷം. 2, അതിൽ 50ഓളം പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ്. ഈ 50ഓളം പുസ്തകങ്ങൾ യെറ്റ് ടു ബി പബ്ലിഷ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തിറങ്ങിയിട്ടില്ല. ഇദ്ദേഹത്തിന്റെ കൽബിലിരിക്കുന്ന പുസ്തകങ്ങളും കൂടി പട്ടികയിലുണ്ട്. 3, ഈ പുസ്തകങ്ങൾ എഴുതിയതിന്റെ പേരിൽ ഇയാളെ ആദരിച്ചു. ആരെന്നറിയോ? മലയാളത്തിലെ ഒരു മഹാനായ എഴുത്തുകാരനെ. 50 കൊല്ലം കൊണ്ട് 250 പുസ്തകം എഴുതിയ ഒരാളെ ആദരിക്കാൻ മലയാളത്തിലെ വലിയ എഴുത്തുകാരും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ഒക്കെ അല്ലേ ചെല്ലേണ്ടത്? ഇദ്ദേഹത്തെ, ഇത്രയേറെ പുസ്തകങ്ങൾ എഴുതിയ മലയാളത്തിന്റെ അഭിമാനമായ പ്രതിഭാശാലിയായ എഴുത്തുകാരനെ ആദരിക്കാൻ പോയത് ആരാളിയോ? 3 പ്രധാനപ്പെട്ട സമുദായ നേതാക്കൾ. 1, കാന്തപുരം AP അബൂക്കർ ഉസ്താദ്. ഒരു പുസ്തകം വായിക്കുന്ന മനുഷ്യനെ വിളിച്ചൂടെ? അദ്ദേഹം ചെന്നു, മഹാനായ എഴുത്തുകാരനാണ്. 2, ഒരു ക്രിസ്ത്യൻ ഒരു പാതിരിയെ വിളിച്ചു, ബിഷപ്പിനെ, വേറൊരു സ്വാമിയും. ഈ 3 കൂട്ടരും ചേർന്ന് ഇദ്ദേഹത്തെ വാഴ്ത്തി. ഇതാണ് ഈ എഴുത്തുകാരന്റെ വാഴ്വ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതൊന്ന്. ഇനി അദ്ദേഹം പറഞ്ഞ അവസാനത്തെ ഒറ്റ കാര്യം കൂടി ചേർത്ത് പറയണം, ഞാൻ ധാർമ്മിക രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന. എന്താണ് PS ശ്രീധരൻപിള്ള എന്ന രാഷ്ട്രീയക്കാരൻ്റെ ധാർമ്മികത?
കേരളം കണ്ട ഏറ്റവും ഭീകരമായ കുപ്രസിദ്ധമായ കലാപമാണ് മാറാട് കലാപം. മാറാട് കലാപത്തിൽ പണം പറ്റി കലാപം അവസാനിപ്പിച്ചു എന്ന ആരോപണം നേരിട്ട നേതാവാണ്. ആരോപണം നേരിട്ടതാണ്. ഇപ്പൊ കൊടുത്തതിന്റെ തെളിവൊന്നും നമ്മുടെ കയ്യിലില്ല. കൊടുത്തു എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളാണ് PS ശ്രീധരൻപിള്ള. 2, മാധവിക്കുട്ടിയുടെ മതം മാറ്റ കേസ്. അബ്ദുൾ സമദ് സമദാനി എന്ന മുസ്ലിം ലീഗ് നേതാവാണ് അതിൽ പ്രതി എന്ന് എല്ലാവർക്കും അറിയാം. കേരള നിയമസഭയിൽ പോലും അത് ചർച്ചയ്ക്ക് വന്നതാണ്. ആ കേസിൽ PS ശ്രീധരൻപിള്ള എന്ന BJP നേതാവ് അല്ലാതെ സമദാനിക്ക് വേറൊരു വക്കീലിനെ കിട്ടിയില്ല. ആ കേസിൽ സമദാനിയുടെ വക്കീൽ PS ശ്രീധരൻപിള്ളയാണ്. ധാർമ്മികതയാണ്, വലിയ ധാർമ്മികതയാണ്. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ എണ്ണി പറഞ്ഞാൽ ധാരാളം ഇഷ്യൂസ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. കോഴിക്കോട് ഐസ്ക്രീം കേസ് ഒത്തുതീർത്തതിന്റെ പിന്നാമ്പുറത്ത് അറിയാലോ, ചേകനൂർ കേസ് CBIക്ക് വിട്ടപ്പോ വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. അതൊക്കെ ഒതുക്കി തീർത്ത കൂട്ടത്തിൽ ചേകനൂർ മൗലവി. ഞാൻ പറയുന്നത് ഇദ്ദേഹം ധാർമ്മികതയുടെ പറഞ്ഞു വരുന്നത് BJPക്ക് ധാർമ്മികത ഇല്ല എന്നാണോ, ഉണ്ടെന്നാണോ? തീർച്ചയായിട്ടും BJPക്ക് ധാർമ്മികത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണിപ്പോ? ഏറ്റവും ഒടുവിൽ BJP ധാർമ്മികമായി ചെയ്തതൊന്നും ശരിയല്ല, BJPയുടെ ഗവർണർമാർ ചെയ്യുന്നത് ശരിയല്ല. BJPക്ക് കേരളം കണ്ട ഏറ്റവും വലിയ ധാർമ്മികതയുള്ള ഒരു നേതാവേ ഉണ്ടായിട്ടുള്ളത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന PS ശ്രീധരൻപിള്ളയെ BJP എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ മതി. അതാണ്, അത് മാത്രമാണ്. അതിനപ്പുറം ഒരു നേതാവിന് കൊടുക്കേണ്ടതിന്റെ മാക്സിമം കൊടുത്തിട്ട് ഒരു പാർട്ടിയെ ഇത്രയും എന്താ പറയുക മര്യാദ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ധാർമ്മികത പഠിപ്പിക്കാൻ വരുന്നവരെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പാർട്ടി തന്നെ തീരുമാനിക്കട്ടെ. ഞാൻ ഒന്നും പറയുന്നില്ല, ധന്യ പറഞ്ഞത് കേൾക്കേണ്ടവർ കേൾക്കട്ടെ. നന്ദി.